ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. സൂറ ആലു ഇമ്രാനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. സൂറ അൽ ബഖറയുമായിട്ട് വളരെ സാമ്യതയുള്ള സൂറയാണ്. സൂറ ബഖറയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു ആംഗിളിലൂടെ സൂറ ആലു ഇമ്രാൻ അവതരിപ്പിക്കുന്നുണ്ട്. യഹൂദരോടും ക്രൈസ്തവരോടും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവരുടെ ചില സവിശേഷമായ കാര്യങ്ങളെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് സൂറ ആലു ഇമ്രാനിൽ. യഹൂദരുടെ ചരിത്രത്തിലെ അനേകം കാര്യങ്ങളായിരുന്നു ബഖറയിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചിരുന്നത്. ആലു ഇമ്രാനിലും അഭിസംബോധന കൂടുതലും യഹൂദരോടാണെങ്കിലും ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടത്. ഈസാ അലൈഹിസ്സലാമയെക്കുറിച്ച് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണെന്നും മറിയമിൻ്റെ പുത്രനാണെന്നും എടുത്തു പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആൻ ആരാണ് ഈസ എന്ന് പറയുന്നുണ്ടെങ്കിലും ഖുർആനിലെ ചില പരാമർശങ്ങൾ ഈസയെ അള്ളാഹുവിൻ്റെ വചനമെന്നും അതുപോലെ അള്ളാഹു മറിയമിന് നൽകിയ ഒരു പ്രത്യേക റൂഹ് ആയിട്ടൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനെ ഖുർആൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ യഹൂദർക്ക് എളുപ്പമായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഇത്തരം പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആനും ഈസയുടെ ദൈവികത അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനാകും. അതുകൊണ്ട് അള്ളാഹു തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹു അവതരിപ്പിച്ച കിതാബിൽ മുഹ്കമായ ആയത്തുകളുമുണ്ട്, മുത്തശാബിഹാത്തുകളുമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തുടക്കം പറയുന്ന ആദ്യത്തെ 6 ആയത്തുകളെയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അവനല്ലാതെ ഇലാഹില്ല. എങ്ങനത്തവനാണവൻ? അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. അതായത് അൽ ഖയ്യൂമായ അൽ ഹയ്യായ അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. സ്വയം ജീവനുള്ള, എല്ലാത്തിനും ജീവൻ നൽകിയ അൽ ഖയ്യൂം, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനായ അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അവന് മാത്രമേ സ്വന്തമായ ജീവനുള്ളൂ എന്നും എല്ലാറ്റിനെയും അവനാണ് സംരക്ഷിക്കുന്നതുവെന്നും വ്യക്തമാണ്. ആയത്തുൽ കുർസിയിൽ ഈ 2 സിഫത്തുകളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളത്. 6ാമത്തെ ആയത്ത് അവസാനിക്കുന്നിടത്ത് 2 സിഫത്ത് പറയുന്നുണ്ട്. ഹുവൽ അസീസുൽ ഹക്കീം എന്നാണ്. അവൻ അസീസാണ്, ഹക്കീമാണ്, ഇസ്സത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്, അതുപോലെ ഹിക്മത്തുള്ളവനുമാണ്. ഈ 4 സിഫത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ അജയ്യതയെ, ഇലാഹിൻ്റെ പ്രത്യേകതയെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇലാഹ് എന്ന് പറയുന്നത് ജീവനുള്ളവനാണ്, മറ്റെല്ലാറ്റിനെയും നിലനിർത്തുന്നവനാണ്, ഇസ്സത്തുള്ളവനാണ്, അതുപോലെ ഹിക്മത്തുമുള്ളവനാണ്. അസീസ്, ഹക്കീം എന്നുള്ള സിഫത്തുകൾ പല സ്ഥലത്തും ഒന്നിച്ച് വരുന്നതിൻ്റെ യുക്തി നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്, മൈറ്റിയാണ് എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാൻ അവന് അധികാരമുണ്ട്, കഴിവുണ്ട് എന്നാണ് അർത്ഥം. എല്ലാറ്റിൻ്റെയും മേലെ ആധിപത്യമുള്ളവനാണ്. പക്ഷേ അബ്സല്യൂട്ടായിട്ടുള്ള അത്തരം കഴിവ്, ആധിപത്യം അതൊരാൾക്കുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഹക്കീമ് കൂടിയാണ്. അവൻ ചെയ്യുന്നതിനൊക്കെ ഹിക്മത്തുണ്ട്, അവന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഹക്കീമായവനാണ് എന്നത് അസീസായവൻ എന്നതിനോടൊപ്പം ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് വളരെ വ്യക്തമായ, വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. അള്ളാഹു ഹയ്യാണ്, ഖയ്യൂമാണ്, അസീസാണ്, ഹക്കീമാണ്. അള്ളാഹു പറയുന്നു, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹക്കി. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അവനല്ലാതെ ഇലാഹില്ല. നസ്സല അവനാണ് ഇറക്കിയത്, അലൈക്കൽ കിതാബ താങ്കളുടെ മേൽ കിതാബ് ഇറക്കിയത്, നിയമം ഇറക്കിയത് അവനാണ്. എങ്ങനെയാണ് ആ നിയമം ഇറക്കിയത്? ബിൽ ഹക്കി, ഹക്കോടുകൂടെയാണ്, മുസദ്ദിഖനായിട്ടാണ്. ബിൽ ഹക്കി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വ അൻസല തൗറാത്ത വൽ ഇഞ്ചീൽ. തൗറാത്തും ഇഞ്ചീലും ഇറക്കിയതും അവനാണ്. കിതാബ് താങ്കളുടെ മേൽ ഇറക്കിയത് എങ്ങനെയാണ്? ബിൽ ഹക്കാണ്, മുസദ്ദിഖനാണ്. എന്തിന് മുസദ്ദിഖനാണ്? ലിമാ ബൈന യദൈഹി,
ഇവിടെ അല്പം വിശദീകരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറബി അങ്ങനെ തന്നെ പറഞ്ഞത്. ഒന്ന് ഹക്കോടുകൂടെയാണ് അവൻ ഇറക്കിയത്, അതായത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് അവൻ ഇറക്കിയത്. ബിൽ ഹക്കി നസല എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഹക്കോടുകൂടിയാണ് അത് ഇറങ്ങിയത്, ഹക്കോടുകൂടിയാണ് ഇറക്കിയത്, ഹക്കോടുകൂടിയാണ് അത് ഇറങ്ങിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സത്യത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് അത് ഇറങ്ങിയത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുസദ്ദിഖനാണത്. ലിമാ ബൈന യദൈഹി, അതിൻ്റെ ലിറ്ററൽ അർത്ഥം ബൈന യദൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനയുടെ അർത്ഥം ഇടയിൽ നിന്നാണ്. യദൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് കൈകൾക്കിടയിൽ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ അതിൻ്റെ രണ്ട് കൈകൾക്കിടയിലുള്ളതിന് മുസദ്ദിഖാണത്. അങ്ങനെയാണ് അതിനെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക, അതിൻ്റെ രണ്ട് കൈകൾക്കിടയിലുള്ളതിന് മുസദ്ദിഖായിക്കൊണ്ടാണ് അതിനെ ഇറക്കിയത്. ഖുർആനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൻ്റെ. അതിൻ്റെ രണ്ട് കൈകൾക്കിടയിൽ എന്നുള്ളത് ഒരു ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം ബൈന യദൈഹിയുടെ അർത്ഥം അതിൻ്റെ മുമ്പിലുള്ളതിന്, അത് ഇറങ്ങുന്ന കാലത്ത് പ്രസൻ്റായിട്ടുള്ളതിന് മുസദ്ദിഖാണ്. ഈ വാക്ക് ബൈന യദൈഹി എന്നുള്ള വാക്ക് ആയത്തുൽ കുർസിയിലും വന്നിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബി ഇദ്നി. അത് കഴിഞ്ഞിട്ട് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവൻ അറിയുന്നു, യഅലമു അല്ലാഹു അറിയുന്നു, മാ ബൈന ഐദീഹിം അവരുടെ കൈകൾക്കിടയിലുള്ളത്, നമ്മളിവിടെ പറഞ്ഞ അതേ ഫ്രേസ്, അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ളത്, വമാ ഖൽഫഹും അവർക്ക് പിന്നിലുള്ളതും. ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നത്, മാ ബൈന യദീഹിം എന്ന് പറഞ്ഞാൽ മാ മല അമാമഹും മിനദ്ദുന്യ, ദുനിയാവിൽ കഴിഞ്ഞു പോയത്, അവരുടെ മുന്നിലൂടെ കഴിഞ്ഞു പോയത്. വമാ ഖൽഫഹും എന്ന് പറഞ്ഞാൽ മാ യക്കൂനു ബഅദഹും മിനദ്ദുന്യ വൽ ആഖിറ, ദുനിയാവിലും ആഖിറിലും ഇനി വരാനുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറയപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് റഹ്മത്തുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, യഅലമു മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ മാ മലാ മിനദ്ദുന്യ, ദുനിയാവിൽ കഴിഞ്ഞു പോയത്. വമാ ഖൽഫഹും എന്ന് പറഞ്ഞാൽ മിനൽ ആഖിറ, ആഖിറത്തിലുള്ളത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കഴിഞ്ഞു പോകുന്നതും അവർക്കിനി വരാനുള്ളതും ഒക്കെ അള്ളാഹു അറിയും. അവിടെ മാബൈന ഐദീഹിം എന്നതിൻ്റെ അർത്ഥം അവരുടെ മുന്നിലുള്ളത്, അവരുടെ മുന്നിൽ പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ ദുനിയാവിലെ കാര്യങ്ങൾ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ള, അതിൻ്റെ സമകാലത്തുള്ള, അതേ സമയത്തുള്ള ഒന്നിനെ, അതിന് മുസദ്ദിഖായിട്ട്, അതിൻ്റെ കാലത്തുള്ള, അതിറങ്ങുന്ന കാലത്തുള്ള ഒന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്തുള്ള കിതാബാണ്, ആ സമയത്തുള്ള തൗറാത്തും ആ സമയത്തുള്ള ഇഞ്ചീലുമാണ്. അതിന് മുസദ്ദിഖായിട്ടാണ് ഇറക്കിയത്. മുസദ്ദിഖ് എന്നതിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. പല അർത്ഥത്തിൽ ആ വാക്ക് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മുത്താബിഖ് എന്നുള്ളതാണ്, അക്കോർഡിംഗ്ലി എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം സൂറ അൽ ബഖറയിൽ ഈ വാക്ക് വന്നെടുത്ത് നമ്മൾ മുത്താബിക്കൻ എന്ന അർത്ഥമാണ് എടുത്തിരിക്കുന്നത്. വൈദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കുമെന്നവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഖാലു നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങളുടെ മേൽ ഇറക്കിയതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വയക്ഫുറൂന ബിമാ വറാഅ, അതിന് അപ്പുറത്തുള്ളതിനൊക്കെ ഞങ്ങൾ തള്ളുന്നു. വഹുവൽ ഹക്കു, അത് സത്യമാണെങ്കിലും മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിന് മുസദ്ദിഖാണെങ്കിലും അവർ തള്ളുന്നു എന്നല്ലാഹു പറയുന്നു. അവരുടെ പക്കലുള്ളതിന് മുസദ്ദിഖാണെങ്കിലും, അഥവാ അതിന് അക്കോർഡിംഗ്ലി ആണെങ്കിലും, അവരുടെ പക്കലുള്ളത് സത്യപ്പെടുത്തുന്നതാണെങ്കിലും, അവിടെ മുസദ്ദിഖൻ എന്നത് അവരുടെ പക്കലുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സൂറ അൽ ബഖറ 97-ാമത്തെ ആയത്തിൽ ഖുൽ മൻ കാന അദുവ്വൻ ലി ജിബ്രീല, ആർക്കെങ്കിലും ജിബ്രീലിനോട് ശത്രുതയുണ്ടെങ്കിൽ ഫഇന്നഹു നസ്സല, ജിബ്രീലാണിത് ഇറക്കിയത്, അലാ ഖൽബിക ബിഇദ്നില്ല, താങ്കളുടെ കൽബിൽ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ അനുമതിയോടെ, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുന്നിലുള്ളതിന് മുസദ്ദിഖായിക്കൊണ്ട്, അതിന് സമകാലത്തുള്ളതിന് മുസദ്ദിഖായിക്കൊണ്ട്, അല്ലെങ്കിൽ മുത്താബിക്കായിക്കൊണ്ട്, അതിന് അക്കോർഡിംഗ്ലി അവനാണ് ഇറക്കിയത്. മറ്റൊരർത്ഥം മുസദ്ദിഖ് എന്നുള്ളതിന് അതിൻ്റെ കാലത്തുള്ള കാര്യത്തെ സത്യപ്പെടുത്തുന്നത്, അഥവാ അതിറങ്ങുന്ന കാലത്തുള്ള ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ ഉള്ള ശരിയെന്താണ്, തെറ്റെന്താണ്, യഥാർത്ഥത്തിൽ അതിലെ സത്യമെന്താണ് എന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്,
അതിൽ സത്യവും അസത്യവും കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ അതിലെ സത്യം എന്താണെന്ന് രണ്ടാമത് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അതിലെ സത്യത്തെ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥം, അങ്ങനെ ഒരർത്ഥമാകാം മുസദ്ദിഖന്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം അതിൻ്റെ പ്രവചനത്തെ പുലർത്തുന്ന, അതിലൊക്കെ പ്രവചനങ്ങളുണ്ട്, ഇങ്ങനെ ഒരു കിതാബ് വരും, നബി വരുമെന്നൊക്കെ. ആ പ്രവചനം പുലരുന്നത് ഈ കിതാബ് ഇറങ്ങിയതുകൊണ്ടാണ്, ഈ നബി വന്നതുകൊണ്ടാണ്. അഥവാ ഇങ്ങനെ ഒരു കിതാബ് വരികയും നബി വരികയും ഉണ്ടായില്ലെങ്കിൽ അതിലെ പ്രവചനങ്ങൾ പുലരാതെ കിടക്കും. അതിലൊക്കെ പറയപ്പെട്ട ആ പ്രവചനത്തെ പൂർത്തീകരിക്കുന്ന, അതിനെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. ഇങ്ങനെയൊക്കെയാണ് മുസദ്ദിഖിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത്, സൂറ ആലു ഇമ്രാനിൽ പറയുന്നത് മുസദ്ദിഖായിക്കൊണ്ടാണ് ഇറക്കിയത്. ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിന്, അതിൻ്റെ സമകാലത്തുള്ളതിന് മുസദ്ദിഖായിട്ടാണ് ഇറക്കിയത്. വാൻസല തൗറാത്ത വൽ ഇഞ്ചീൽ, തൗറാത്തും ഇഞ്ചീലും അവൻ തന്നെയാണ് ഇറക്കിയത്. അള്ളാഹു തന്നെയാണ് തൗറാത്തും ഇഞ്ചീലും ഇറക്കിയത്. മിൻ ഖബ്ലു, മുമ്പ് തൗറാത്തും ഇഞ്ചീലും അവനാണ് ഇറക്കിയത്. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട്. അൻസൽ അൽ ഫുർഖാൻ, അവൻ ഫുർഖാനും ഇറക്കി. ഫുർഖാൻ എന്നുള്ളതും വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്. ഇവിടെ രണ്ടാമത്തെ ആയത്തിൽ തന്നെ നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹക്കി എന്നാണ് പറഞ്ഞത്. ഹക്കോടുകൂടെ കിതാബ് ഇറക്കി എന്നാണ്. അതായത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചുകൊണ്ട് സത്യം എന്താണെന്ന് സ്ഥാപിക്കുന്ന കിതാബാണ് ഇറക്കിയത്. ഫുർഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹുവമാ യുഫര്യഖു ഐ യുമയ്യിസു ബൈന ഷൈഇനി മുതശാബിഹൈനി, രണ്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫർക്കുണ്ടാക്കുന്ന, വ്യത്യാസമുണ്ടാക്കുന്ന, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒന്നിനെയാണ് ഫുർഖാൻ എന്ന് പറയുക. സത്യവും അസത്യവും കൂടിക്കലർന്ന് ഏതാണ് സത്യമെന്ന് മനസ്സിലാവാത്ത ഒരു സമയത്ത് സത്യത്തെ സത്യമായിട്ടും അസത്യത്തെ അസത്യമായിട്ടും കാണിക്കുന്ന ഒന്നിനെ ഫുർഖാൻ എന്ന് പറയാം. അത് ഖുർആനിൻ്റെ ഒരു സിഫത്താണ്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു തലമാണ്, ഖുർആനിൻ്റെ മറ്റൊരു പേര് കൂടിയാണ്. ഖുർആനിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുണ്ട്, അത് ഫുർഖാനാണ്. ഖുർആനിൽ തന്നെ ഖുർആന് മറ്റൊരു പേരായിക്കൊണ്ട് ഫുർഖാൻ വന്നിട്ടുണ്ട്. തബാറക്കല്ലസീ നസ്സൽ അൽ ഫുർഖാൻ അല അബ്ദിഹി, തൻ്റെ അബ്ദിൻ്റെ മേൽ ഫുർഖാൻ അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനാണ് എന്ന് സൂറ അൽ ഫുർഖാനിൻ്റെ ആദ്യ ആയത്തിൽ പറയുന്നുണ്ട്. അവിടെ അൽ ഫുർഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ തന്നെയാണ്. അപ്പോൾ ഖുർആൻ്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ, അല്ലെങ്കിൽ ഖുർആനിൽ ഉൾക്കൊണ്ട ഖുർആനിൻ്റെ ഒരു ഫംഗ്ഷനും ഒരു തലവുമാണ്. ഏതുപോലെ ഖുർആനിൽ കിതാബുണ്ട്, നിയമങ്ങളുണ്ട്, ഖുർആനിൽ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് ഖുർആനുൻ ഹക്കീം എന്ന പ്രയോഗം ഖുർആനിൽ തന്നെ കാണാം. ഹക്കീമായ ഖുർആൻ. ഖുർആനിൽ കിതാബുണ്ട്, അതുപോലെ ഖുർആനിൽ ഷിഫ ഉണ്ട്, ഖുർആനിൽ നൂറുണ്ട്. ഇങ്ങനെയൊക്കെ ഖുർആനിന് പേരുകളുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഖുർആൻ്റെ ഫംഗ്ഷൻ കൂടിയാണ്. ഖുർആൻ ഷിഫയാണ്, ശമനമാണ്, ഖുർആൻ വെളിച്ചമാണ്, ഖുർആൻ ഫുർഖാനാണ്, ഖുർആൻ കിതാബാണ്, അതിൽ നിയമമുണ്ട്, ഖുർആൻ ഹിക്മത്താണ്, അതിൽ ഹിക്മത്തുണ്ട്. അതൊക്കെ ഖുർആനിൻ്റെ തലങ്ങളാണ്. അതുകൊണ്ട് ഫുർഖാൻ എന്നുള്ളത് ഖുർആനിൻ്റെ തന്നെ മറ്റൊരു പേരാണ്, ഖുർആനിൻ്റെ തന്നെ ഒരു തലമാണ്. സത്യത്തെയും അസത്യത്തെയും വ്യവച്ഛേദിക്കുന്ന, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു തലമാണ് ഫുർഖാൻ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവൻ ഫുർഖാൻ ഇറക്കി. ആദ്യം തന്നെ ഹക്കോടുകൂടെ ഇറക്കി. ബിൽ ഹക്ക് എന്ന് പറഞ്ഞതും ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ഖുർആനിൽ മൂസ അലൈഹിസ്സലാമിനും ഹാറൂനിനുമൊക്കെ ഫുർഖാൻ നൽകിയെന്ന് പറയുന്നുണ്ട്. വൈദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന, മൂസാക്ക് നിയമവും നൽകി ഫുർഖാനും നൽകി. ലഅല്ലക്കും തഹ്തദൂൻ എന്ന് സൂറ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഖുർആനിനെക്കുറിച്ച് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്ന് പറഞ്ഞെടുത്ത് ഹുദല്ലിന്നാസി വ ബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബയ്യിനാത്താണ്, കാര്യങ്ങളെ വിവരിക്കുന്ന ഒന്നാണ്. അതുപോലെ ഫുർഖാനുമാണ്. അതുപോലെ സൂറ അൽ-അംബിയായിൽ മൂസാക്കും ഹാറൂനും ഫുർഖാൻ നൽകിയെന്ന് പറയുന്നുണ്ട്. വലഖദ് ആതൈനാ മൂസ വ ഹാറൂൻ അൽ ഫുർഖാന, മൂസാക്കും ഹാറൂനും ഫുർഖാൻ നൽകി. മാത്രമല്ല വലിയാ അൻ, വിളക്ക് നൽകി. വദിക്റൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഒരു ഉത്ബോധനവും നൽകി. അപ്പോൾ ഇതൊക്കെ മൂസാക്കും ഹാറൂനും നൽകിയ വഹിയിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ്. ഇവിടെ വാൻസൽ അൽ ഫുർഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെ തന്നെ ഒരു തലമാണ്. സത്യവും അസത്യവും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു സംഗതിയും അള്ളാഹു ഇറക്കി. ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തള്ളുന്ന ആളുകൾ ലഹും അദാബുൻ ഷദീദ്, അവർക്ക് കഠിനമായ അദാബുണ്ട്. വല്ലാഹു അസീസുൻ ദുന്തിഖാം, അള്ളാഹു മൈറ്റിയാണ്, അസീസാണ്. ദുന്തിഖാം, പ്രതിക്രിയയുടെ ഉടമയാണ്, അഥവാ ശിക്ഷയോ രക്ഷയോ നൽകുന്നവനാണ്. ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ, അള്ളാഹു നിശ്ചയം അള്ളാഹു ലാ യഖ്ഫ അലൈഹി ഷൈഉൻ, ഒരു വസ്തുവും ഒളിഞ്ഞു നിൽക്കുന്നില്ല. ഫിൽ അർളി വലാ ഫിസ്സമായി,
ആകാശത്തും ഭൂമിയിലും അള്ളാഹുവിൽ നിന്ന് ഒന്നും ഒളിഞ്ഞു നിൽക്കുന്നില്ല. ഹുവല്ലദി യുസവ്വിർക്കും ഫിൽ അർഹാമി കൈഫയഷ, അവനാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത് ഫിൽ അർഹാമി ഗർഭപാത്രങ്ങളിൽ, കൈഫയഷ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. ഇവിടെ ഹക്കോടുകൂടെയും സമകാല ഗ്രന്ഥങ്ങൾക്ക് മുസദ്ദിഖായിക്കൊണ്ടും ഖുർആനിനെ ഇറക്കിയത് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാൻസല തൗറാത്ത വൽ ഇഞ്ചീല, തൗറാത്തും ഇഞ്ചീലും അവനാണ് അവതരിപ്പിച്ചത്. മിൻ ഖബ്ലു ഹുദല്ലിന്നാസ്, മുമ്പ് ജനങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടി തൗറാത്തും ഇഞ്ചീലും അവനാണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇഞ്ചീൽ എന്ന ഒരു പരാമർശമുണ്ട്. സൂറ അൽ ബഖറയിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടേയില്ല. നമ്മൾ തൗറാത്തിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തോറയിലെ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും ചെറിയൊരു വിവരണം നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇഞ്ചീൽ എന്താണ് എന്ന് നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.